ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഈ വീഡിയോയിൽ ഞാൻ എന്താ പറയാൻ പോകുന്നത് വെച്ചാൽ, ദുബായിൽ അല്ലെങ്കിൽ UAEയിൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് നിങ്ങൾ പോകുമ്പോൾ അന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഡ്രൈവിംഗ് ടെസ്റ്റിന് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ ഞാൻ ദുബായിൽ ഗോൾഡൻ ചാൻസിൽ നിങ്ങൾ ഫയൽ ഓപ്പൺ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ എനിക്ക് ലൈസൻസ് കിട്ടി. ഞാൻ അതിൽ പറഞ്ഞിരുന്നു ഗോൾഡൻ ചാൻസിൽ ഞാൻ ഫസ്റ്റ് ഇതിൽ തന്നെ പാസ്സായി. അപ്പം നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ടെസ്റ്റിന് പോകുന്നുണ്ടെങ്കിൽ അന്ന് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെയാണ് വണ്ടി ഓടിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ, സീറ്റ് ബെൽറ്റ് എപ്പോൾ ഇടണം, അതല്ലാന്നുണ്ടെങ്കിൽ റൗണ്ട് അബൌട്ട് എങ്ങനെ എക്സിറ്റ് ചെയ്യണം, അങ്ങനെ അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. പറ്റുമെങ്കിൽ ഒന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ്, നമ്മൾ ആദ്യം കാറിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ വേറെ ഒന്നും ചെയ്യരുത്. നിങ്ങൾ മിറർ അഡ്ജസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇടുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഫെയിലാക്കും. അപ്പം ആദ്യം തന്നെ നമ്മുടെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിനൊരു റൂളുണ്ട്, SMS എന്ന് പറയും. സീറ്റ്, മിറർ, സീറ്റ് ബെൽറ്റ്. അപ്പം ഇതാണ് അതിൻ്റെ ഒരു റൂള്. ഇത് നമ്മൾ ഫോളോ ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. ഇടത്തെ കൈ കൊണ്ട് നമ്മുടെ സ്റ്റിയറിംഗ് പിടിച്ചിട്ട് വലത്തെ കൈ കൊണ്ട് സീറ്റിൻ്റെ താഴെ ലിവറുണ്ട്, അതൊന്ന് പൊക്കിക്കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് മുന്നോട്ടും ബാക്കിലോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുട്ടിനും നമ്മുടെ ഡാഷ്ബോർഡിനും ഇടയിൽ ഏകദേശം ഒരു 5 വിരലിൻ്റെ ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടായിരിക്കണം, ഒരു ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. അപ്പം അങ്ങനെ വേണം. ഒരിക്കലും മുന്നോട്ട് കയറ്റിയിടൽ, അതുപോലെ തന്നെ ഒത്തിരി പുറകോട്ട് ഇറക്കിയിടൽ. അപ്പം ആ ഒരു ഡിസ്റ്റൻസ് നമ്മളൊന്ന് മെയിൻറ്റെയിൻ ചെയ്യണം. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന്, അതിനുശേഷം നമ്മുടെ സീറ്റിൻ്റെ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു ലിവർ നമ്മൾ മുകളിലോട്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റിൻ്റെ ഹൈറ്റ് പൊങ്ങി വരും. അതുപോലെ താഴോട്ട് തിരിച്ചാക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റിൻ്റെ ഹൈറ്റ് താഴോട്ട് പോകും. അതുപോലെ തന്നെ ഒരു ചെറിയ ലിവറുണ്ട്, അത് വെച്ച് നമുക്ക് സീറ്റ് നമ്മൾ ചാരുന്നത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മുന്നിലോട്ടും ബാക്കിലോട്ടായിട്ട് നിങ്ങൾക്ക് ആ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്യും. നിങ്ങളുടെ ഡ്രൈവിംഗ് കംഫർട്ട് ഏതാണെന്ന് നോക്കിയിട്ട് നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പം നിങ്ങൾ അത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഫെയിൽ ആകത്തൊന്നുമില്ല. അപ്പം നിങ്ങൾ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാനാണത്. മിറർ അഡ്ജസ്റ്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഉള്ളം കൈ 5 വിരലും ഇതിൽ കാണുന്ന പോലെ പിടിക്കുക. അല്ല തിരിച്ച് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫെയിൽ ആകും. ബാക്കിൽ നിന്ന് ഉള്ളം കൈ കൊണ്ട് പിടിച്ച് മിറർ അഡ്ജസ്റ്റ് ചെയ്യുക. അതായത് ആ മിററിൽ നമുക്ക് ബാക്ക് വ്യൂ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടണം. ബാക്കിലെ റോഡിന്റെ വ്യൂ കംപ്ലീറ്റ് ആയിട്ടും നമുക്ക് ആ ഒരു റിവ്യൂ മിററിൽ കിട്ടുന്ന രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൈഡ് മിറർ വ്യൂ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പം ഈ ഒരു വണ്ടിയിൽ ഒരു ബട്ടൺ ഇട്ടിട്ടുണ്ട്. ആ ബട്ടൺ ലെഫ്റ്റിലോട്ട് ഇട്ടിട്ട് നമുക്ക് റിവ്യൂ മിറർ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ ഏത് വണ്ടിയാണെന്ന് ഓടിക്കണം നോക്കിയിട്ട് ആ വണ്ടിയുടെ രീതിക്ക് അനുസരിച്ച് നിങ്ങൾ സൈഡ് റിവ്യൂ മിറർ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു 20% ഓഫ് നമ്മൾ സൈഡ് ബോഡിയും ബാക്കിയുള്ള 80% റോഡും കാണത്തക്ക രീതിയിലായിരിക്കണം നിങ്ങൾ സൈഡ് റിവ്യൂ മിറർ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മുടെ സീറ്റ് ബെൽറ്റ് പ്ലഗ് ചെയ്യുക. എന്നിട്ട് സീറ്റ് ബെൽറ്റ് ഈ വീഡിയോ കാണുന്ന പോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, ഒന്ന് ലൂസാക്കി ഇടുക. അതിനുശേഷം നിങ്ങൾ കാർ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ആൾ എടുക്കാൻ പറയുകയാണെങ്കിൽ കാർ സ്റ്റാർട്ടാണോ നോക്കണമെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം എന്നിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ലെഫ്റ്റ് സൈഡ് മിറർ, സെൻട്രൽ മിറർ, റൈറ്റ് മിറർ ഇതെല്ലാം ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്ത ശേഷം ഫസ്റ്റ് ഗിയർ ഇടുക. ഫസ്റ്റ് ഗിയർ ഇട്ട് ശേഷം ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് പതുക്കെ വണ്ടി മുന്നോട്ട് മൂവ് ചെയ്യുക. അപ്പോൾ മൂവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ 3 മിററും ചെക്ക് ചെയ്യുക. ലെഫ്റ്റ്, സെൻറ്റർ, റൈറ്റ്. അപ്പം ഇങ്ങനെ ഫസ്റ്റ് ലൈനിൽ കൂടെ തന്നെ പോകാൻ ശ്രമിക്കുക. ഒരിക്കലും വെറുതെ ലൈൻ ചേഞ്ച് ചെയ്യൽ. നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ ഫ്രണ്ടിലുള്ള സൈൻ ബോർഡ് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പം നമ്മുടെ മുന്നിൽ ഒരു പെഡസ്ട്രിയൻ ക്രോസ് വരുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സ്ലോ ഡൗൺ ചെയ്യണം. ഇനി ആരെങ്കിലും ക്രോസ് ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അവിടെ വണ്ടി നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം. കാരണം പെഡസ്ട്രിയൻ ക്രോസിൽ പെഡസ്ട്രിയൻസിനാണ് മുൻഗണന ഉള്ളത്. അപ്പം ഒരിക്കലും നിങ്ങൾ ആളെ കണ്ടിട്ട് അവിടെ നിർത്താതെ പോകല്ലോ. അപ്പം അവിടെ ആളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും വണ്ടി നിർത്തി ആളെ ക്രോസ് ചെയ്ത ശേഷം പിന്നീട് വണ്ടി മുന്നോട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് റിവ്യൂ മിററും സൈഡ് മിററും ചെക്ക് ചെയ്യണം. ഓരോരോ 5 സെക്കൻഡ് 10 സെക്കൻഡ് ഇടവിട്ട് നമ്മൾ ഈ എല്ലാ റിവ്യൂ മിറർ, സൈഡ് മിറേഴ്സ് എല്ലാം ചെക്ക് ചെയ്തിരിക്കണം. അപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെയാണ് റൗണ്ട് അബൌട്ടിൻ്റെ സ്ട്രെയിറ്റ് ലൈനിലോട്ട് പോകുക എന്നുള്ളതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പം നമ്മളിപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ പോകുന്നത് ഫസ്റ്റ് ലൈൻ ആയിരിക്കാണ് നമ്മൾ റൗണ്ട് അബൌട്ടിൽ നിന്ന് പോകേണ്ടത്. ഒരിക്കലും ഫസ്റ്റ് ലൈൻ ടു സെക്കൻഡ് ലൈൻ ക്രോസ് ചെയ്ത് ഒരിക്കലും നിങ്ങൾ റൗണ്ട് അബൌട്ടിൽ പോകരുത്. അപ്പോൾ റൗണ്ട് അബൌട്ട് എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ നമ്മളിപ്പോൾ ഫസ്റ്റ് ലൈനാണ് പോകുന്നതാണെങ്കിൽ, സ്ട്രെയിറ്റ് ആയിട്ടാണ് പോകുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ചാൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, സ്ലോ ഡൗൺ ചെയ്യുക. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം റൗണ്ട് അബൌട്ടിൻ്റെ അകത്ത് നമുക്ക് 40 km/h സ്പീഡേ അനുവദിച്ചതായിട്ട്. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യുക. നമ്മുടെ ചാൻസ് വരുമ്പോഴേക്കും നേരെ സ്ട്രെയിറ്റ് ലൈനിൽ പോകണമെങ്കിൽ ആ ലാസ്റ്റ് ലൈൻ പിടിച്ച് കയറുക. മിഡിൽ എത്തിക്കഴിയുമ്പോൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ
ഫോളോ ചെയ്ത് പോവുക. ഒരിക്കലും സ്ട്രെയിറ്റ് ലൈൻ സെക്കൻഡ് ലൈനിലോട്ട് നിങ്ങൾ ടേൺ ചെയ്യരുത്. റൗണ്ട് ഔട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യുക. അതുപോലെ തന്നെ റൗണ്ട് ഔട്ട് എക്സിറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ലൈൻ ടു ഫസ്റ്റ് ലൈനിൽ പോകാവുള്ളൂ, ഒരിക്കലും സെക്കൻഡ് ലൈനിലോട്ട് പോകരുത്. അതുപോലെ തന്നെ പോകാൻ നേരത്ത് നിങ്ങൾ സെക്കൻഡ് ലൈനിലോട്ട് ലൈൻ ടച്ച് ചെയ്യാതെ റൈറ്റ് സൈഡ് തന്നെ പിടിച്ച് നിങ്ങൾ മാക്സിമം നിങ്ങൾ വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു റൗണ്ട് ഔട്ട് കൂടെ വരണം. അപ്പോൾ ഇവിടുന്ന് എങ്ങനെയാണ് പോകുന്നതെന്ന് ഒന്നുകൂടെ നമുക്ക് നോക്കാം. നമ്മൾ റൗണ്ട് ഔട്ട് എത്താൻ നേരത്ത് നമുക്കിപ്പോൾ സ്ട്രൈറ്റ് ആണ് പോകണമെന്നുണ്ടെങ്കിൽ ഇൻഡിക്കേറ്ററിൻ്റെ ആവശ്യമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം റൗണ്ട് ഔട്ട് എത്തുമ്പോൾ സ്ലോ ഡൗൺ ചെയ്യുക. സ്ലോ ഡൗൺ ചെയ്തിട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡ് നോക്കുക, ശ്രദ്ധിക്കണം, ലെഫ്റ്റ് സൈഡ് നോക്കുക. നോക്കിയിട്ട് നമ്മൾ ടേണിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. വണ്ടിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നേരെ സ്ട്രൈറ്റ് ആയിട്ട് വണ്ടി എടുക്കുക. വണ്ടി എടുത്ത് നേരെ റൗണ്ട് ഔട്ട്. ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, റൗണ്ട് ഔട്ടിൻ്റെ അകത്ത് 40 km ആണ് സ്പീഡ്. റൗണ്ട് ഔട്ടിൻ്റെ മിഡിൽ എത്തിയ ശേഷം നമ്മുടെ റൈറ്റ് സൈഡിൽ പോസ്റ്റ് ആണ്, റൈറ്റിൽ ഇൻഡിക്കേറ്റർ ഇടുക, സ്ട്രൈറ്റ് ലൈൻ പിടിച്ച് നേരെ പോകുക. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എങ്ങനെ റൗണ്ട് ഔട്ടിൽ നിന്ന് റൈറ്റ് പോകുന്നതെന്ന് നോക്കാം. റൗണ്ട് ഔട്ടിൽ തന്നെ 100 മീറ്റർ മുൻപേ തന്നെ നമ്മൾ റൈറ്റ് ഇൻഡിക്കേറ്റർ എടുക്കുക, സ്പീഡ് കുറയ്ക്കുക, റൗണ്ട് ഔട്ടിന് തൊട്ട് മുമ്പായിട്ട് സ്പീഡ് റെഡ്യൂസ് ചെയ്യുക, നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ട് ചെക്ക് ചെയ്യുക. വണ്ടി ഒന്നും ഇല്ലെന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോകുക. റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് നിങ്ങൾ റൈറ്റ് ട്രാക്ക് പിടിച്ചേ പോകാവുള്ളൂ, ഒരിക്കലും ലെഫ്റ്റ് ട്രാക്കിലോട്ട് പോകരുത്. സ്പീഡ് ഒരിക്കലും 40 km മുകളിൽ പോകാൻ പാടില്ല റൗണ്ട് ഔട്ടിൽ. അപ്പോൾ നമുക്ക് ലൈൻ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ റൈറ്റ് മിറർ, സെൻട്രൽ മിറർ, ലെഫ്റ്റ് മിറർ, ബ്ലൈൻഡ് സ്പോട്ട്, ഇത് മൂന്നും ചെക്ക് ചെയ്ത ശേഷം 4ാമത്തെ സ്റ്റെപ്പിൽ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുക. എന്നിട്ട് മിറർ നോക്കുക, സെൻട്രൽ മിറർ നോക്കുക, ലൈൻ ചേഞ്ച് ചെയ്യുക. ഒരിക്കലും ആദ്യം ചാടി കയറി നിങ്ങൾ ഇൻഡിക്കേറ്റർ ഓൺ ചെയ്യരുത്. അതുപോലെ തന്നെ നിങ്ങൾ അടുത്ത ട്രാക്കിലോട്ട് പോകുന്നതെങ്കിലും സെയിം സ്റ്റെപ്പ് തന്നെ സൈഡ് മിറർ, സെൻട്രൽ മിറർ, ബ്ലൈൻഡ് സ്പോട്ട്. ബ്ലൈൻഡ് സ്പോട്ട് ആകുമ്പോൾ നമ്മുടെ ഷോൾഡർ ഒന്ന് ചരിച്ച് നോക്കുക. അതിനുശേഷം ഇൻഡിക്കേറ്റർ ഇടുക. ഇൻഡിക്കേറ്റർ ഇട്ട ശേഷം വണ്ടി നിന്ന ശേഷം ലൈൻ ചേഞ്ച് ചെയ്യുക. അപ്പം അടുത്ത റൗണ്ട് അബൌട്ടിൽ നിന്ന് സെക്കൻഡ് ലൈനിന് അടുത്ത സെക്കൻഡ് ലൈനിലോട്ട് പോകുന്നത് എങ്ങനെയാണ്, സെയിം പ്രൊസീജിയർ തന്നെ. വണ്ടി സ്ലോ ഡൗൺ ചെയ്യുക. വെഹിക്കിളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ സെയിം സെക്കൻഡ് ലൈൻ ഇൻഡിക്കേറ്റർ ഇട്ട് മുന്നോട്ട് കയറിയിട്ട് റൈറ്റ് സൈഡിൽ മിഡിൽ വരാൻ നേരത്ത് റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് സ്ട്രെയിറ്റ് സെക്കൻഡ് ലൈൻ തന്നെ പിടിക്കുക. ഒരിക്കലും നിങ്ങൾ റൈറ്റ് സൈഡോ അല്ലെങ്കിൽ തേർഡ് ട്രാക്കിലോട്ടോ പോകരുത്. നേരെ സ്ട്രെയിറ്റ് പിടിക്കുക. സ്ട്രെയിറ്റ് പോയ ശേഷം ഇപ്പം നമ്മുടെ ട്രാക്ക് ചേഞ്ച് ചെയ്ത് നമ്മൾ റൈറ്റിലോട്ട് മാറണം. അത് ചെയ്യേണ്ട സെയിം പ്രൊസീജിയറാണ്. നിങ്ങളുടെ റൈറ്റ് മിറർ നോക്കുക, സെൻട്രൽ മിറർ നോക്കുക. അപ്പം ഇത് നമുക്കൊരിക്കലും ഇതേപോലെ ഇൻ്റർസെക്ഷൻ്റെ ഫ്രണ്ടിൽ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇൻ്റർസെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ചെക്ക് ചെയ്യുക. വണ്ടികളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 2 മിററും 3 മിററും ചെക്ക് ചെയ്ത ശേഷം വീണ്ടും നിങ്ങൾ ഫസ്റ്റ് ട്രാക്കിലോട്ട് ചേഞ്ച് ചെയ്ത് പോവാം. അടുത്ത നമുക്ക് റൗണ്ട് അബൌട്ടിന് തേർഡ് ലൈൻ പിടിച്ച് എങ്ങനെ പോകാം. അപ്പം നമ്മൾ ഫസ്റ്റ് ട്രാക്കിലാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ തേർഡ് ട്രാക്കിലോട്ട് പോകണം. അപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ അതേ പ്രൊസീജിയർ, മിറർ എല്ലാം മൂന്നും ചെക്ക് ചെയ്ത് പതുക്കെ 1 by 1 ആയിട്ട് ലൈൻ ചേഞ്ച് ചെയ്ത് റൗണ്ട് അബൌട്ട് എത്തിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ ലെഫ്റ്റ് ട്രാക്ക് പിടിക്കുക. ലെഫ്റ്റ് ട്രാക്ക് റൗണ്ട് അബൌട്ടിന് 1 മീറ്റർ റേഡിയസിന് മുമ്പായിട്ട് നമ്മൾ ലെഫ്റ്റ് ട്രാക്ക് പിടിക്കുക. ഇൻഡിക്കേറ്റർ ഓൺ ചെയ്യുക. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യുക. വണ്ടികളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോവുക. എൻ്റർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ലെഫ്റ്റ് സൈഡ് നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം. അതിനുശേഷം അതേ ഇൻഡിക്കേറ്റർ തന്നെ നമുക്ക് മുന്നോട്ട് പോവാം. ലെഫ്റ്റ് സൈഡിൽ ട്രാക്ക് പിടിച്ച് സെക്കൻഡ് ഇതിൻ്റെ അവിടെ എത്താൻ നേരത്ത് ഇവിടുന്ന് നമ്മൾ റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇടുക. ഇൻഡിക്കേറ്റർ ഇട്ട് നേരെ തേർഡ് ട്രാക്കിൽ തന്നെ കയറുക. തേർഡ് ട്രാക്ക് പിടിച്ച് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് പോവുക. സ്ട്രെയിറ്റ് ആയിട്ട് പോകുമ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ റൈറ്റ് ട്രാക്കിലോട്ട് പോകണം, ഫസ്റ്റ് ട്രാക്കിലോട്ട് പോകണം. ഇപ്പം നമ്മൾ തേർഡ് ട്രാക്കിൽ അത് സെയിം പ്രൊസീജിയർ ഫോളോ ചെയ്യുക. മിറർ മൂന്നും ചെക്ക് ചെയ്യുക, ബ്ലൈൻഡ് സ്പോട്ട് ചെക്ക് ചെയ്യുക, 1 by 1 ആയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള നമ്മുടെ മുമ്പിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നമുക്ക് ട്രാക്ക് ചേഞ്ച് ചെയ്യാൻ പാടില്ല. അത് മാറിയ ശേഷം വീണ്ടും മിറർ ചെക്ക് ചെയ്ത് അതിനുശേഷം മാത്രമേ നമ്മൾ ട്രാക്ക് ചേഞ്ച് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവർ പെട്ടെന്ന് പറയും എമർജൻസി പാർക്കിംഗ് എന്ന് പറയും. അത് കേൾക്കുമ്പോൾ പേടിക്കരുത്. നിങ്ങളിപ്പോൾ തേർഡ് ട്രാക്കിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് സെൻട്രൽ മിറർ, സൈഡ് മിറർ, ബ്ലൈൻഡ് സ്പോട്ട് ചെക്ക് ചെയ്യുക, റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുക, എന്നിട്ട് ലൈൻ ചേഞ്ച് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് അടുത്ത ട്രാക്കിലോട്ട് പോകാം. പക്ഷെ പോകുന്ന മുമ്പായിട്ട് നിങ്ങൾ റിവ്യൂ മിററും സൈഡ് മിററും ഒന്നുകൂടെ ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തിട്ട് ലാസ്റ്റ് ലൈനിലോട്ട് മാറുക. മാറിയ ശേഷം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഹസാർഡ് ലൈറ്റ് ഓൺ ചെയ്യുക, വണ്ടി സ്ലോ ഡൗൺ ചെയ്യുക. സ്ലോ ഡൗൺ ചെയ്ത് വണ്ടി നിർത്തിയ ശേഷം നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് ഇടുക. ഹാൻഡ് ബ്രേക്ക് ഇട്ട ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പം ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ അതിനെ പാർക്കിംഗ് മോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഗിയർ മാനുവൽ ആണെന്നുണ്ടെങ്കിൽ ന്യൂട്രലിലേക്ക് മാറ്റുക. ന്യൂട്രലിലേക്ക് മാറ്റിയ ശേഷം വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ എമർജൻസി പാർക്കിംഗ് ചെയ്യാൻ നേരത്ത് നമ്മുടെ കാറും റോഡും തമ്മിൽ അല്ലെങ്കിൽ ഇതും തമ്മിൽ ഒരു ഫീറ്റ്
ഡിസ്റ്റൻസേ ഉണ്ടാകാൻ പാടുള്ളൂ. അതേപോലെ ടയർ എല്ലാം സ്ട്രെയിറ്റ് ആയിരിക്കണം. അപ്പം നിങ്ങൾ പാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ഈ കാര്യങ്ങൾ അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഒരിക്കലും നിങ്ങൾ നെർവസ് ആകാൻ പാടില്ല. നിങ്ങൾ ധൈര്യമായിട്ട് വണ്ടി ഓടിച്ച് കാണിക്കുക.